നിയമത്തിലെ അഡീഷണൽ സർക്കാർ പ്ലീഡർ, അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തസ്തികകളിൽ ഭിന്നശേഷി സംവരണം നടപ്പാക്കുന്നില്ല എന്നാരോപിച്ച് നൽകിയ ഹർജിയിൽ സംസ്ഥാന സർക്കാരിനെ സുപ്രീം കോടതി നോട്ടീസ്. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് നോട്ടീസ് അയച്ചത്. 4 ആഴ്ചക്കുള്ളിൽ മറുപടി ഫയൽ ചെയ്യാനാണ് നിർദ്ദേശം. സർക്കാർ തസ്തിക നിയമനങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് 4% സംവരണം 2016 ഭിന്നശേഷി അവകാശ നിയമം നിഷ്കർഷിക്കുന്നു. നിയമത്തിലെ 34 വകുപ്പ് പ്രകാരം അഡീഷണൽ സർക്കാർ പ്ലീഡർ, അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തസ്തികകളിലെ നിയമനങ്ങളിലും ഇത് ബാധകമാണെന്ന് കാട്ടി പത്തനംതിട്ട സ്വദേശി കെ.ആർ. ഷിനുവാണ് കോടതിയെ സമീപിച്ചത്. ഇവ കേഡർ തസ്തികയിലല്ല എന്നും താൽക്കാലികമായി കരാടിസ്ഥാനത്തിലുള്ളതാണ് എന്നും ചൂണ്ടിക്കാട്ടി ഷിനുവിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെയായിരുന്നു ഷിനു സുപ്രീം കോടതിയെ സമീപിച്ചത്. 2006 ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾക്കായി ഐക്യരാഷ്ട്ര സംഘടന തയ്യാറാക്കിയ കൺവെൻഷനിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടുണ്ടെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2016 ഭിന്നശേഷി അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത്. രാജ്യാന്തര കൺവെൻഷന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ നിയമത്തിലെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധ്യതയുണ്ട്. സംസ്ഥാന സർക്കാർ അഭിഭാഷക നിയമവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ചട്ടങ്ങൾ ഇതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും രാജ്യാന്തര കൺവെൻഷനും കേന്ദ്ര നിയമവും നിലനിൽക്കുന്നതിനാൽ അതിന് പ്രസക്തിയില്ല എന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി.